ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കെട്ടിയോ പണിയാൻ പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഓട്ടോ പണിമുടക്കിലായതുകൊണ്ട് നടന്നാണേ പോയേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കഥ എന്താണെന്ന് വെച്ചാൽ ഒരു വഴുതനങ്ങ കഥ. കറി വെക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഞാൻ തൊടിയിലേക്ക് വെറുതെ ഇറങ്ങിയതാണ്. അപ്പം വഴുതന നിറച്ച് കായ്ച്ച് നിൽപ്പുണ്ട് കേട്ടോ. 1-2 കാണുമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചേ. പക്ഷെ കുറേ എണ്ണം ഉണ്ടായിരുന്നേ. നല്ല രസമല്ലേ നിൽക്കുന്നത് കാണാനും. അതുകൊണ്ട് ഇന്ന് വഴുതനങ്ങ സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ചേ. കൈ കൊണ്ട് പറിക്കാൻ ഞാൻ നോക്കി, പക്ഷേ അതിൻ്റെ മുള്ളും ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് അത് പറിക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ കത്തി എടുക്കാൻ വേണ്ടി സായിനെ വിട്ടേക്കുക. അപ്പോൾ തന്നെ നമ്മുടെ സായിക്കൂട്ടൻ എഴുന്നേറ്റ് വന്ന് ഇവിടെ ഇരിപ്പുണ്ട്. ഉറക്കം തൂങ്ങി ഇരിപ്പാ. ഞാനൊരു തരത്തിൽ സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട്. കാറിക്കൊണ്ടാണ് എണീറ്റ് വന്നത്. ഇത് രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന കത്തി കിട്ടിയപ്പോഴത്തേനും ഞാൻ ഓരോന്നായിട്ട് പറിച്ചെടുത്തേ. അടുത്ത് തന്നെ ചീനിയും നിൽപ്പുണ്ട്, നല്ല മൂത്ത് പഴുത്ത് നിൽപ്പുണ്ട്. അപ്പം അതിനെ പറിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. ചീനിക്ക് വെറുതെ സങ്കടമാകണ്ടെന്ന് കരുതി കുറച്ച് മുളകും കൂടെ പറിച്ചെടുത്തിട്ടുണ്ട്. സായൻ്റെ കയ്യിൽ ഞാൻ കൊണ്ട് കൊടുത്തേ. അവൻ എന്ത് ചെയ്താൽ പിടിക്കുന്നില്ല. ഞാൻ നിർബന്ധിച്ച് കയ്യിലോട്ട് വെച്ച് കൊടുത്തപ്പോഴത്തേനും അയ്യോ താഴെ പോകും എന്നാണ് ഈ പറയുന്നത്. വഴുതനങ്ങ പറിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത ആൾ ഹാജരായിട്ടുണ്ട്. പിന്നെ സായുവിനെ പെട്ടെന്ന് കുളിപ്പിച്ച് ഒരുക്കി ഫുഡൊക്കെ കൊടുത്ത് നഴ്സറിയിലേക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ടാറ്റ തരാമോ എന്ന് ചോദിച്ചിട്ട് അവൻ തന്നില്ല. അവന് നഴ്സറി പോകാനേ ഇഷ്ടമില്ല കേട്ടോ. പിന്നെ 3.5 വയസ്സായില്ലേ, നമുക്ക് എത്രയാണെന്ന് വെച്ച് നമുക്ക് വീട്ടിലിരുത്താൻ പറ്റത്തില്ലല്ലോ. പിന്നെ അവനങ്ങ് മടിയായി പോകും. അടുത്ത വർഷം LKGയിൽ വിടാനുള്ളതല്ലേ. അതുകൊണ്ട് വിഷമമുണ്ടെങ്കിലും ഞാൻ നിർബന്ധിച്ച് വിട്ടിട്ടുണ്ട്. അതിൻ്റെ മോന്ത അങ്ങനെ ഇരിക്കുന്നത്. ഒരു ടാറ്റ പോലും തരാതെ അവൻ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്ക് ടു വഴുതനങ്ങ തോരൻ വെക്കുന്നതിലേക്ക് കിടക്കാം. വഴുതനങ്ങ നല്ല ഫ്രഷ് വഴുതനങ്ങ കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. അപ്പം വഴുതനങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിലാണല്ലോ വഴുതനങ്ങ അരിയുന്നത്, അതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടി. ഇനി അടുത്തത് തേങ്ങ റെഡിയാക്കി എടുക്കണം. അപ്പോൾ തേങ്ങ പൊതിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ പെട്ടെന്ന് ചടപടിയെന്നൊരു തേങ്ങ പൊതിച്ചെടുത്തിട്ടുണ്ട്. ഒരു സുന്ദരൻ തേങ്ങാക്കൂട്ടനെ കെട്ടിയിട്ടുണ്ട്. അന്നേരം തേങ്ങ ഉടച്ച് ഞാൻ വെള്ളം വാവച്ചിക്ക് കൊണ്ട് കൊടുത്താണ്. വലിയ മധുരം ഇല്ലാത്തതുകൊണ്ട് വാവച്ച് തുപ്പിക്കളഞ്ഞു കേട്ടോ. തേങ്ങ ചിരണ്ടി എടുക്കുവാണ്. ഇവിടെ ചിരവയിലാണ് കേട്ടോ തേങ്ങ ചിരണ്ടുന്നത്. അപ്പോൾ തേങ്ങ ചിരണ്ടി എടുത്തു. ഇനി അതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി, ഉള്ളി, മുളക് ഇത്ര ഞാൻ ഇടുന്നുള്ളേ. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. തോരനുള്ള ആ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വെള്ളത്തിൽ കിടന്ന വഴുതനങ്ങ എല്ലാം കൂടി നന്നായിട്ട് കഴുകി പിഴിഞ്ഞ് വെള്ളമെല്ലാം കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചില്ലെങ്കിൽ തോരനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചാറായി പോവും. അതുകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് വെക്കണം കേട്ടോ. പിന്നെ ചട്ടി തീയെ വെച്ച് കഴിഞ്ഞപ്പോഴാണ്, എണ്ണയും ഒഴിച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് തോരൻ്റെ അത് ഇടാനുള്ള കറിവേപ്പില അങ്ങ് തൊടിയിലാണ് നിൽക്കുന്നത്, പറിച്ചുകൊണ്ട് വിടണം. അങ്ങനെ മറവിയുള്ളവർ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? പറിക്കാൻ പോകുമ്പം തീ കുറച്ച് വെച്ചിട്ട് പോകണം. ഞാൻ തീ കുറച്ച് വയ്ക്കാൻ മറന്നുപോയി. കറിവേപ്പിലയും പറിച്ച് കഴുക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും നന്നായിട്ട് തീ കയറിയിട്ടോ ചട്ടിയിൽ. അതുകൊണ്ട് എനിക്ക് ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ ഞാൻ കടുകിട്ട് കറിവേപ്പില ഇട്ട് വഴുതനങ്ങ ഉപ്പിട്ട് ഇളക്കി തട്ടിപ്പൊത്തി വെച്ചേ. അങ്ങനെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അരപ്പ് ചേർക്കുന്നത്. അപ്പോൾ തേങ്ങ ഒത്തിരി വെന്ത് പോകത്തുമില്ല, നല്ല പാകത്തിന് കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെയാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ എപ്പോഴും തോരൻ വെക്കുമ്പോൾ അങ്ങനെയാണ് വെക്കാറ്. നമ്മുടെ സ്വാദിഷ്ടമായ ഫ്രഷ് ആയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ഭംഗിക്ക് വേണ്ടി 2 കറിവേപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ തോരൻ പരിപാടി ഇവിടെ കഴിഞ്ഞു. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാവച്ചീനെ കുളിപ്പിച്ച് സുന്ദരിയാക്കണം. അപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ടാറ്റയൊക്കെ തരുന്നുണ്ട് കേട്ടോ. എവിടെയോ പോകാമെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ കുളി കഴിഞ്ഞ് ബ്യൂട്ടീഷ്യനൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും രാസനാദിപ്പൊടി ഇടും കേട്ടോ 2 പേർക്കും. ഞാനത് സ്ഥിരമായിട്ട് ഇടാറുണ്ട്, ജലദോഷമൊന്നും അങ്ങനെ പിടിക്കാതിരിക്കാൻ. പിന്നെ മോന്തിരിക്കുന്നവയ്ക്ക് കുളിച്ച് റെഡിയായിട്ട് പെട്ടെന്ന് അർജൻറ്റായിട്ട് ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് കേട്ടോ. വാവ വെക്കാൻ പോവാണേ. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.